നമസ്കാരം, ഞാൻ സാൻഡ്ര, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഓഫ് മൈൻഡ് ആൻഡ് ബിഹേവിയർ സെന്റർ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഹൈഡ്രോഫോബിയനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ അക്വാഫോബിയ. ഹൈഡ്രോ എന്ന വാക്കിനർത്ഥം വെള്ളം, ഫോബിയ ഇസ് ഫിയർ, വെള്ളത്തിനോടുള്ള ഒരു പേടി എന്നുകൊണ്ടിട്ടാണ് ഈ ഒരു കണ്ടീഷനെ ഉദ്ദേശിക്കുന്നത്. സോ ഇത് ബേസിക്കലി ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ, വെള്ളം കൺഫ്രണ്ട് ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു പാനിക് ഫീൽ ചെയ്യുക, ഒരു ആങ്ഷ്യസ് ഫീൽ ഉണ്ടാവുക. പിന്നെ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസും സ്ഥലങ്ങളും ഒഴിവാക്കും. സ്വിമ്മിംഗ് പൂൾസ്, ബീച്ചസ്, ബാത്ത്സ് ഒക്കെ അവർ അവോയ്ഡ് ചെയ്യും. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഫിസിക്കൽ സിംറ്റംസും ഉണ്ടാവും. റാപ്പിഡ് ഹാർട്ട് ബീറ്റ്, പാൽപിറ്റേഷൻ ഉണ്ടാവും, സ്വെറ്റിംഗ് ഉണ്ടാവും, ഷിവറിങ് ഒക്കെ ഉണ്ടാവും. ഇതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ട്രോമാറ്റിക് എക്സ്പീരിയൻസ്, വെള്ളത്തിൽ മുങ്ങി താഴുക, അല്ലെങ്കിൽ ആരെങ്കിലും രക്ഷപ്പെടാനാവാതെ വെള്ളത്തിൽ മുങ്ങി താഴുന്നത് വിറ്റ്നസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു കാരണമാണ്. പിന്നെ ലേൺഡ് ബിഹേവിയർ, അവരുടെ ചുറ്റിനുള്ളവരിൽ ഇതുപോലത്തെ ഒരു പേടിയുണ്ടെങ്കിൽ അത് ഷെയർ ആകാം. പിന്നെ ജനറ്റിക് ഫാക്ടേഴ്സ്. ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എക്സ്പോഷർ തെറാപ്പി വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഗ്രാജുവലി വാട്ടറോട് എക്സ്പോസ്ഡ് ആവുക ഇൻ എ വെരി സേഫ് ആൻഡ് കൺട്രോൾഡ് എൻവിറോൺമെൻറ്റ്, അത് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ CBT, ഇത്തരത്തിലുള്ള പേടികൾ, നെഗറ്റീവായിട്ടുള്ള ബിലീഫ് സിസ്റ്റം ഒക്കെ നമുക്ക് ചലഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്യാനായിട്ടും ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. താങ്ക് യു.